എനിക്ക് കാര്യമായിട്ട് പൈസ ഒക്കെ തരുന്നുണ്ട്. എത്ര വെച്ചാ തന്നോളൂ. ഞാനും ഒരു പോക്കി നിറയെ ഹിന്ദിക്കാരും ഈ 12 കിലോ ബാക്ക് പാക്കും തൂക്കിയിട്ടാണ് ഗൈസ് പോകുന്നത്. ഗുഡ് മോർണിംഗ്. ഭോപ്പാലത്തെ ബർഗർ കിങ്ങിലെ ബർഗർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഹായ് പറയൂ. ഹായ്, ദിസ് ഇസ് മീ ജിപ്സി ഗേൾ. ഞാനൊരു വലിയ യാത്രയ്ക്ക് ഇറങ്ങാം. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളൊരു ദൂരം ഇതായിരിക്കും. ബാക്ക് പാക്ക് ചെയ്യുന്നവർ, പിന്നെ മൗണ്ടെയിൻസ് ഇഷ്ടപ്പെടുന്നവർ, ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും ഹിമാചൽ. ഞാനിപ്പോൾ ഡയറക്റ്റ് മണാലിക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഐ എം വെരി നെർവസ്. സോളോ ആണ് പോകുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഗൈസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നോർത്ത് എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ നോർത്ത് പോയിട്ടില്ല. അപ്പോൾ ഐ ഡോണ്ട് നോ എന്തായിരിക്കും ഈ ഒരു ജേർണി ഉണ്ടാകാൻ പോകുന്നതെന്ന്. സീരിയസ്ലി ഐ എം വെരി നെർവസ്. ഇപ്പം ഞാൻ ഇവിടുന്ന് ചെന്നൈക്കാണ് പോകുന്നത്. ചെന്നൈ പോയിട്ട് അവിടെ ചേച്ചിയുണ്ട്, അവിടെ സ്റ്റേ ബാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നൈറ്റ് പിന്നെ ഡൽഹിക്ക് ട്രെയിൻ കയറണം. എന്താണ് അങ്ങനെ എടുത്തതെന്ന് ചോദിച്ചാൽ, ഞാനിത് 3ാമത്തെ തവണയാണ് എൻ്റെ മണാലി പ്ലാൻ ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞ സമയം മുതൽ ഞാൻ മണാലി പ്ലാൻ ചെയ്ത 2 പ്ലാൻ ചെയ്തു, അതെല്ലാം പൊട്ടിപ്പോയി. ഇപ്പം ഇത് 3ാമത്തെ പ്ലാനാണ്. അപ്പം പോകാനുള്ള വരെ എത്തിയിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. എറണാകുളത്തുനിന്ന് ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പം 1 മന്ത് മുന്നേ നോക്കിയപ്പം ഭയങ്കര വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അപ്പം അത് കിട്ടാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചെന്നൈ പോയിട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചത്. സോ അപ്പോൾ നമുക്ക് പോയി നോക്കാം. എന്താവും ഏതാവും ഒന്നും അറിയില്ല. മണാലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ അടുത്തേക്കാണ് നേരെ പോകുന്നത്. അപ്പം അവിടെ എത്തുന്ന വരെ എന്താവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പോണതല്ലേ? അതെ, പോയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വരണം. എനിക്ക് കാര്യമായിട്ട് പൈസ ഒക്കെ തരുന്നുണ്ട്. എത്ര വെച്ചാ തന്നോളൂ. ഓക്കെ, താങ്ക് യു. പൈസ, മൊബൈല്, അടിച്ചു പോകും ട്രെയിനിൽ. ഇറങ്ങുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഗൈസ്, നമുക്ക് നമ്മുടെ ബാക്ക് പാക്കിന്റെ വെയിറ്റ് ഒന്ന് നോക്കാം. 12.40. ഇതാണ് എൻ്റെ വെയിറ്റ്, 35.50. അങ്ങനെ 35 കിലോ ഉള്ള ഞാൻ ഈ 12 കിലോ ബാക്ക് പാക്കും തൂക്കിയിട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പം ബാക്കിയെല്ലാം അവിടെ എത്തിയിട്ട്, അവിടെ എത്തുമ്പോൾ എന്തായാലും ഈ ജാക്കറ്റൊക്കെ ഇടുമ്പം ഓൾമോസ്റ്റ് അതിൻ്റെ വെയിറ്റ് ഒക്കെ കുറയും. ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് അങ്ങനെ കുറഞ്ഞു വന്നോളും. തിരിച്ചു വരുമ്പോൾ നമുക്ക് ബാക്ക് പാക്കിൻ്റെ വെയിറ്റ് നോക്കാം. ഞാൻ ഇറങ്ങാൻ പോവാണ്. നല്ല ടെൻഷൻ ഉണ്ട്, പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ എല്ലാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ സഹിക്കണം. അപ്പം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും ഒന്നുമില്ലല്ലോ, എല്ലാം എടുത്തിട്ടേ ബൈ ബൈ. അപ്പം ഞാൻ അങ്ങനെ ചെന്നൈയിലോട്ട് ട്രെയിൻ കയറിയേക്കുവാണ്. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് എറണാകുളത്ത്. ഞാനിവിടെ ചൂടാന്ന് വെച്ചിട്ടാണ് മണാലിക്ക് പോകാമെന്ന് വിചാരിച്ചത്. ആ സമയത്ത് ഇപ്പം ഇവിടെ 3 ദിവസമായിട്ട് നല്ല മഴയാണ് കൊച്ചിയിലൊക്കെ. വാട്ടവർ. അപ്പോൾ ചെന്നൈയിലോട്ടുള്ള ട്രെയിനാണ്. നാളെ രാവിലെ എത്തും. അതുവരെ ഞാൻ സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാനിപ്പം ചെന്നൈയിൽ ആവടി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങി. ഇപ്പം ഇവിടെ കസിൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അളിയനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോവാം. ഇന്ന് അവിടെ നിന്നിട്ട് അവിടുന്ന് വൈകിട്ടാണ് പിന്നെ നമുക്ക് ഡൽഹിക്കുള്ള ട്രെയിൻ വരുന്നത്. സോ ഞാനിപ്പം എക്സിറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കും. ഹായ് പറയൂ. ഇതാണ് എൻ്റെ അളിയൻ, ഒരേ ഒരു അളിയൻ. വ്ളോഗൊക്കെ ഉണ്ട് കേട്ടാ. വ്ളോഗാണ്, വ്ളോഗ്. ഞങ്ങളിപ്പോ വീട്ടിലേക്ക് പോവാണ്. ഇതുപോലെ എല്ലാ സ്ഥലത്തും ആരെങ്കിലും ഒക്കെ ഉള്ളത് വളരെ ഉപകാരമാവും ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ ചെന്നൈ വന്ന് എന്ത് ചെയ്യും? ഇല്ല, ചെന്നൈയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഞാനിപ്പം ചേച്ചിൻ്റെ വീട്ടിലെത്തി. ചേച്ചിക്ക് റെഡി ആയിട്ട് ക്യാമറയിൽ മുഖം കാണിച്ചാൽ മതി എന്നാ പറയുന്നത്. അതുകൊണ്ട് ക്യാമറയിൽ വരുന്നില്ല. എനിക്ക് ചായ ഇട്ട് തരാനുള്ള പരിപാടിയിലാണ്.
അപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി. ഹലോ ഗായ്സ് പറഞ്ഞേ. Hello guys. ഗുഡ് മോർണിംഗ്. Good morning. മൊഴി എന്ത് ചെയ്യാ? When did you അതല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണോ? ഒറ്റയ്ക്ക് നോക്കിച്ചിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണോ? ആ? ആണോ? ഞാൻ ചോദിക്ക, നീ പറ, കഴിക്കണോ? ആണോ? എന്താ? ആ എന്നാ ഇതെന്താ? എലി 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 മൗസ്. മൗസ്. ആ മൗസ്, കുട്ടി മൗസ്. ഞാനിപ്പം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണുള്ളത്. ഇവിടുന്ന് ഇപ്പൊ ഞാൻ സ്ലീപ്പർ കോച്ചിന് കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല നെർവസ് ആണ്. ഫസ്റ്റ് ടൈം പോകുന്നതിന്റെ എല്ലാ തരത്തിലുള്ള ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഡ്രീമാണിത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. പേടിച്ചിരുന്ന എവിടെ എത്താൻ പോണില്ല. സോ ഇവിടെ എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഭോപ്പാൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നാളെയാണ് ഡൽഹിക്ക് എത്തുക. ഇന്നലെയാണ് ഞാൻ യാത്ര തുടങ്ങിയത്. ഇപ്പം ഭോപ്പാൽ സ്റ്റേഷനിലാണ്. രാത്രി 8 മണി ആയിട്ടുണ്ട്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. കഴിക്കാനുള്ള ഇതാണ്. അപ്പം നമ്മുടെ കൈയൊക്കെ ആദ്യം സാനിറ്റൈസ് ചെയ്യണം. ലൈറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. ഞാൻ അപ്പർ ബർത്തിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ലൈറ്റിംഗ് ഷോക്ക് ആയതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഒച്ചയും ബഹളവും ആൾക്കാരും എല്ലാം കൂടെ എത്രത്തോളം വീഡിയോ നന്നായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭോപ്പാലത്തെ ബർഗർ കിങ്ങിലെ ബർഗർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതുള്ളത് ഭയങ്കര ഒരു ആശ്വാസം. കാരണം ഞാൻ ട്രെയിനത്തെ ഫുഡ് കഴിക്കില്ല, എനിക്ക് ഇഷ്ടമില്ല, പേടിയാ ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ട്. പിന്നെ നോർത്തിലോട്ടുള്ള ട്രെയിൻ യാത്ര എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാല് കുഴപ്പമൊന്നുമില്ല. വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ഭയങ്കര കുറെ ആൾക്കാരൊന്നും ടിക്കറ്റ് തിരക്കൊന്നും വന്നിട്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ 5-6 പേരൊക്കെ ഡോറിന്റെ അവിടെയൊക്കെ വന്നിരിക്കുന്നുണ്ട്, റിസർവ് അല്ലാത്തവര്. ബാക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ എത്താൻ പറ്റും. ഞാൻ കുറെ ആൾക്കാരൊക്കെ കയറി നശിപ്പിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബർഗർ കഴിച്ച് നോക്കാം നമുക്ക്. രാവിലെ ഞാൻ മ്യൂസ്ലിയും പാലും കൂടെ കഴിച്ചു. ഉച്ചയ്ക്ക് ഞാൻ പീനട്ട് ബട്ടറും ബ്രെഡും കൂടെ കഴിച്ചത്. ഇപ്പൊ രാത്രി വേറെന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചപ്പം ഫുഡ് ഓർഡർ ചെയ്തതാണ്. പിന്നെ മണാലിക്ക് ഇപ്പം പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ AC എടുക്കാൻ പറ്റുന്നവർ AC എടുത്താൽ മതി. ബിക്കോസ് ഉച്ചയ്ക്കൊക്കെ നമ്മൾ തന്തൂരിയാവും, അങ്ങനത്തെ ചൂടാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാറ്റടിക്കുന്നത് വരെ ചൂട് കാറ്റാണ്. ഡോറിന്റെ അവിടെ പോയി നിന്നാലും കാര്യമില്ല, ഭയങ്കര ചൂടുകാറ്റ് അടിക്കുന്നത്. ഞാനും ഒരു ബോഗി നിറയെ ഹിന്ദിക്കാരും. സംസാരിക്കാനാരില്ല, പക്ഷെ എനിക്ക് കുറച്ച് ഹിന്ദിയും തമിഴൊക്കെ അറിയുന്നതുകൊണ്ട് താഴെയുള്ള ആൾക്കാരുടെ കൂടെ കുറച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെ യാ. പക്ഷെ ഞാൻ വിചാരിച്ചത്ര റിസ്കി അല്ല. അത് ചിലപ്പോൾ ഈ ട്രെയിനിന്റെ ആവാം, അല്ലെങ്കിൽ സീസണിന്റെ ആവാം, അതൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്ക് യാത്ര ഓക്കെ ആയിരുന്നു. ആൾക്കാരെല്ലാം ഓക്കെ ആയിരുന്നു. ഭയങ്കരമായിട്ടുള്ള സ്റ്റെയറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വേണ്ടാത്ത രീതിയിലുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഞാനിത് എന്റെ ഡിന്നർ കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ നമ്മൾ ഡൽഹി. അപ്പൊ ഇങ്ങനെയാണ് എന്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞാനിതൊക്കെ പാക്ക് ചെയ്തിട്ട് കിടക്കാൻ പോവാ. നാളെ 6 മണിക്ക് നിസാമുദ്ദീൻ എത്തും. അപ്പോ ഭയങ്കര ബഹളമാണ് ഇവിടെ. എന്റെ സാധനങ്ങളൊക്കെ കഴിക്കണ്ടേ, ഇതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ നാളെ നിസാമുദ്ദീന് രാവിലെ ഇറങ്ങണം. അപ്പൊ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് കിടക്കാൻ പോവാ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ ഡൽഹിയിൽ.